അപ്പം നമ്മളും കൊഴുക്കട്ട ശനിക്ക് വേണ്ടിയിട്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ പിടിച്ചോ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ സ്റ്റൗ അങ്ങ് ഓൺ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ സ്റ്റൗ ഓൺ ചെയ്തു. നമ്മൾ പിന്നെ ശർക്കര കാച്ചിയെടുക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും അവിടെ തേങ്ങ ചിരകിയത് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ അടിപ്പൊടിയിൽ ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് മയത്തിൽ കുഴച്ചെടുക്കണം. പിന്നെ അത് ഉരുളകളാക്കിയിട്ട് അതിലേക്ക് ഈ ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്തത് വയ്ക്കുന്നു. പിന്നെ അത് നമ്മൾ ബോൾസാക്കി ഉരുട്ടുന്നു. നേരെ ഇഡലി കുട്ടകത്തിലേക്ക് വെച്ച് ആവിയേറ്റിയെടുക്കുന്നു. അപ്പോൾ നമ്മളെ കൊഴുക്കട്ട റെഡിയാകും. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ കാണാം ഗൈസ്. അപ്പം നമ്മുടെ ശർക്കര ഇവിടെ പാവ് കാച്ചി എടുത്തിട്ട് അതിനെ അരിച്ചെടുക്കുകയാണ്. ശർക്കര അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ മിക്സ് ചെയ്യും. നമ്മുടെ ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടി വെച്ചിട്ടുണ്ട്. അത് നേരെ ഇതിലേക്ക് ഇട്ടുക, മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ തേങ്ങ ചിരണ്ടിയതിനെ നമ്മളിതിലോട്ട് മാറ്റുവാണ്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ അരിപ്പൊടിയുടെ ഉണ്ടയ്ക്കകത്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ആവിയിൽ വെച്ച് ആവിയേറ്റെടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കുവാണ്. നമ്മളെ ഫില്ലിങ്സ് അകത്ത് വെച്ച് നിറയ്ക്കണം. ഓക്കെ, ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുവാണ് നമ്മുടെ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഓരോ പണിയിലാണ് ഗായ്സ്. അപ്പം നമ്മുടെ ഉണ്ട എല്ലാം ആവി കയറാൻ വെച്ചിട്ടുണ്ട് ഗായ്സ്. ഫൈനലി നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ വെന്ത് നല്ല കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കത് കഴിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ 2 പാത്രത്തിലാണ് ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് ജൂഹി സൈനിങ് ഓഫ്. അപ്പോൾ ഈ വർഷത്തെ കൊഴുക്കട്ട ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി വീണ്ടും കാണാം. ബൈ ബൈ.